നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സബ്ജക്റ്റ്, നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു റീഡിംഗ് ആണ്. കാർഡ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്. ദ ഹൈ പ്രീസ്റ്റസ്, Ace of Swords, 9 of Pentacles, 5 of Wands, the Emperor, the Empress, Queen of Pentacles. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 10 of Wands ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് പെരുമാറിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നത്. യൂണിവേഴ്സ് എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിങ്ങും ആണ്. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ടൈം തൊട്ട് വാലിഡ് ആയിരിക്കും. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് വ്യക്തികളുടെ എനർജീസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക, ബാക്കിയുള്ളതൊക്കെ വിട്ടുകളയുക. നമുക്ക് റീഡിംഗ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഒരിക്കലും മറ്റൊരു സ്ത്രീയായിട്ടോ മറ്റൊരു പുരുഷനായിട്ടോ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അതൊരു യുണീക്ക് പേഴ്സണാലിറ്റി ആണ് എന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക. അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ, ഇപ്പോഴത്തേക്കാൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അടുത്തതായിട്ട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരാൾക്ക് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരു സ്വഭാവമെങ്കിലും നല്ല ഗുണമുള്ള ഒരു സ്വഭാവമെങ്കിലും കാണും. ആ സ്വഭാവം ഏതാ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ വ്യക്തിക്ക് നിരന്തരമായിട്ട് ആ ഒരു വ്യക്തിയോട് പറയുക, നിങ്ങളുടെ ഈ ഒരു സ്വഭാവം എനിക്ക് ഏറെ ഇഷ്ടമാണ്, എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്, ഈ ഒരു സ്വഭാവം കാരണമാണ് എനിക്ക് കൂടുതൽ നിങ്ങളോട് ഓരോ ദിവസവും കഴിയുന്തോറും സ്നേഹം വരുന്നത്. ഇതുപോലുള്ള നല്ല വാക്കുകൾ ആ വ്യക്തിയുടെ നല്ല ഒരു സ്വഭാവത്തിനെ ചൂണ്ടിക്കാട്ടി നിങ്ങൾ എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളിങ്ങനെ പ്രശംസിച്ചുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു മാനസികമായിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും തോന്നും ഉള്ളിൻ്റെ ഉള്ളിൽ. നിങ്ങളെ ഒരിക്കലും വിട്ടു പിരിയാൻ പറ്റാത്ത രീതിയിൽ അത് അത്രയ്ക്കും ഡീപ്പായിരിക്കും. അല്ലാതെ ഒരിക്കലും ആ വ്യക്തിയുടെ മോശ സ്വഭാവത്തിനെ മാത്രം എടുത്തു കാണിച്ച് ആ വ്യക്തിയെ നിരന്തരം മണിക്കൂറുകൾ ഇടവിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളോട് മാനസിക അകൽച്ച ഓരോ ദിവസം കഴിയുന്തോറും മാനസികമായിട്ട് അകൽച്ച കൂടുകയും അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിലാണ് തേർഡ് പാർട്ടി എന്നുള്ള ഒരു പേഴ്സൺ കടന്നു വരുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അടുത്തതായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ എന്തെങ്കിലും ഒരു സ്വഭാവത്തിൽ ഒരു സംശയമോ അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ ഒരിക്കലും അതെന്താണ്, അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയെ സംശയമുണ്ട്, ആ ഒരു സംശയത്തിൻ്റെ പേരിൽ ആ വ്യക്തി കുറ്റം ചെയ്ത് എന്നങ്ങ് 100% വിശ്വസിച്ച് ആ വ്യക്തിയുടെ പിറകെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കാതെ കാര്യങ്ങൾ കുറച്ചുകൂടി മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നം, അതായത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിലോ നിങ്ങളറിയാത്ത എന്തെങ്കിലും സീക്രട്സ് ആ വ്യക്തിയുടെ ലൈഫിലുണ്ടെന്നോ ആ ഒരു പേഴ്സണാലിറ്റിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് കൂടുതൽ നിങ്ങളോട് സംസാരിക്കാനുള്ളൊരു സ്പേസ് കൊടുക്കുക. ആ സ്പേസ് കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ പുതിയതായിട്ടൊരു പൂച്ചക്കുട്ടി വരികയാണെന്ന് വെച്ചോ. ആ പൂച്ചക്കുട്ടി നമ്മളുടെ അടുത്ത് ആദ്യമൊന്നും അടുപ്പം കാണിക്കുകയില്ല. പക്ഷേ നിങ്ങൾ ആ പൂച്ചക്കുട്ടി മനസ്സിലാകുന്ന രീതിയിൽ ഒരു സ്നേഹം കൊടുക്കുകയാണെങ്കിൽ, നല്ല ഫുഡ് കൊടുക്കുക, അതിന് ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുക്കുക, അങ്ങനെ ആ പൂച്ചക്കുഞ്ഞിന് ഇഷ്ടമുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കഴിഞ്ഞാൽ അത് എല്ലാം മറന്ന് പിന്നെ ആ ഒരു ടെൻഷനും ഒരു പേടിയും ഒന്നുമില്ലാതെ ആ പൂച്ച നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും ഒരു ടെൻഷൻ ഫ്രീ മൈൻഡ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. കാരണം
റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും ആ വ്യക്തിക്ക് ഇഷ്ടമുള്ളത് ഏതാണ്, ഇഷ്ടക്കേടുള്ളത് ഏതാണ്, നിങ്ങൾ ഏത് സ്വഭാവത്തിൽ പെരുമാറുമ്പോഴാണ് ആ വ്യക്തി ഓപ്പണായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തു ചാടി ഒന്നും ചെയ്യാതെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ഹാൻഡിൽ ചെയ്യാനാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളിങ്ങനെ പെരുമാറുമ്പോൾ ഒരിക്കലും ആ വ്യക്തിക്ക് തോന്നരുത് നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു പെരുമാറ്റ രീതി കാണിക്കുന്നത് എന്ന്. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഇതുപോലുള്ളൊരു പെരുമാറ്റ രീതി കൊണ്ടിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സീക്രട്സും ആ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെക്കില്ല എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാരണം ഇങ്ങനത്തെയുള്ള പെരുമാറ്റ രീതി കൊണ്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സമാധാനം നിറഞ്ഞതും ഒരു സമാധാന അന്തരീക്ഷമായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. അടുത്തതായിട്ട് ആ വ്യക്തിയുടെ ലൈഫിൽ കരിയർ, ബിസിനസ് സംബന്ധമായിട്ട് എന്ത് തന്നെ സക്സസ് ആ വ്യക്തിക്ക് നേടിയെടുക്കുവാൻ സാധിച്ചാലും ആ ഒരു കാര്യത്തിൽ ആ വ്യക്തിയെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. ആ വ്യക്തിയുടെ ഹാർഡ് വർക്ക് കൊണ്ടിട്ടാണ് ഈ ഒരു സക്സസ് ആ വ്യക്തിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് എന്നും നിങ്ങൾ ആ ഒരു വിജയത്തിന് അർഹതപ്പെട്ടവരാണ് എന്നൊക്കെ ആ വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. ആ വ്യക്തിക്ക് മനസ്സിലാവും, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവും ലൈഫിൽ നിങ്ങളെ ചൂസ് ചെയ്തതായിരുന്നു ആ വ്യക്തി എടുത്ത ഏറ്റവും നല്ല തീരുമാനം. ആ വ്യക്തിക്ക് ലോകത്തിൽ ഏറ്റവും നല്ല ലൈഫ് പാർട്ട്ണറിനെ കിട്ടി എന്നൊക്കെയുള്ള ഒരു സന്തോഷം ആ വ്യക്തിക്ക് നിരന്തരമായിട്ട് ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് ആ വ്യക്തിയെ പുകഴ്ത്തി കഴിഞ്ഞാൽ. അടുത്തതായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിന് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വലിയ കാര്യം വന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെ ഡിസിഷൻ എടുക്കാൻ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഒരാളുടെ ഡിസിഷൻ മാത്രം, അതായത് നിങ്ങളുടെ ഡിസിഷൻ മാത്രം അടിച്ചേൽപ്പിക്കാതിരിക്കുക. ആ വ്യക്തിയുടെ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും അവിടെ അഭിപ്രായം പറയാനുള്ള ഫ്രീഡവും അർഹതയും ഉണ്ട് എന്നുള്ള ഒരു ചിന്താഗതി അവർക്കും ഉണ്ടാക്കി കൊടുക്കുക. എല്ലാ കാര്യത്തിനും നിങ്ങൾ മാത്രം ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ ഡിസിഷൻ മാത്രം നടപ്പിലാക്കിക്കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തോന്നും ആ വ്യക്തിയുടെ അഭിപ്രായത്തിന് അവിടെ ഒരു വിലയുമില്ല, നിങ്ങളാണ് ആ ഒരു സ്ഥലത്ത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് മാനസികമായ അകൽച്ച ഈ വ്യക്തിക്ക് ഉണ്ടാകുമെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പോലും, നിങ്ങളുടെ കാര്യമാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള കാര്യമാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഈ വ്യക്തിയോട് കൂടെ അഭിപ്രായം ചോദിച്ച് ആ വ്യക്തിയുടെ അഭിപ്രായത്തിന് നല്ലൊരു വാല്യൂ കൊടുക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അടുത്തതായിട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എപ്പോഴും റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക. അതായത് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമോ ഒരു സിറ്റുവേഷനോ എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിനെ മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യുക. അതുപോലുള്ള സമയത്ത് ഒരിക്കലും തമാശ പറയാതിരിക്കുക, കുട്ടിക്കളികൾ ഒഴിവാക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്തതായിട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു മദർലി ഒരു അഫെക്ഷൻ കൊടുക്കുക എന്നതാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആണുങ്ങളാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തിക്ക് ഒരു അമ്മയുടെ സ്നേഹം നിങ്ങൾക്ക് സാധിക്കും, അത് കൊടുക്കാൻ എന്തായാലും സാധിക്കും. അമ്മയുടെ സ്നേഹം കൊടുക്കുക, അതായത് അമ്മയുടെ സ്നേഹം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയായി സംസാരിക്കുക അങ്ങനെയൊന്നും അല്ല. എപ്പോഴും ഒരു കെയറിങ് കൊടുക്കുക. എന്ത് പ്രശ്നം വന്നാലും നിങ്ങളുണ്ട് എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കുക. എന്തൊക്കെ പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാലും ആ പ്രശ്നം സോൾവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കുക. ആരൊക്കെ എതിര് നിന്നാലും, ഈ ലോകം തന്നെ ആ വ്യക്തിക്ക് എതിര് നിന്നാലും നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ജീവിതകാലം മുഴുവനും ആ വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ട് കൂടെ ഉണ്ടാകും എന്നുള്ള ആ ഒരു ഫീലിങ്ങും സ്നേഹവും കരുതലും എല്ലാം ആ വ്യക്തിക്ക് കൊടുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്തതായിട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് പക്ഷേ ആ പ്രശ്നം ബാധകമായിരിക്കില്ല, നിങ്ങളുടെ ലൈഫിനെ അത് ബാധിക്കുന്നതായിരിക്കത്തില്ല, പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിനെ ശരിക്കും അത് ബാധിക്കുന്നതാണെന്ന് കരുതുക. അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അത് ബാധിക്കില്ലല്ലോ എന്ന് കരുതി മാറി നിൽക്കാതെ ആ പ്രശ്നം സോൾവ് ആകുന്നത് വരെ ആ വ്യക്തിയുടെ കൂടെ തന്നെ ഉണ്ടാവുക. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ, ആരോഗ്യനില വളരെ മോശമാണെങ്കിൽ ആ വ്യക്തിയെ ഇട്ടിട്ട് പോകാതെ, ഉപേക്ഷിച്ചിട്ട് പോകാതെ ആ വ്യക്തിയുടെ കൂടെ ഒരു ഹീലറായിട്ട് നിങ്ങൾ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പെരുമാറ്റ രീതിയും നിങ്ങളുടെ ഒരു സ്നേഹം നിറഞ്ഞ സംസാരവും ആ വ്യക്തിയുടെ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അസുഖം തന്നെ പെട്ടെന്ന് മാറും. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇതൊരു ചെറിയ കാര്യമാണെങ്കിൽ തന്നെയും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ചിത്രം എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ പതിയുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലമാണ് ആ വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചിട്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയില്ല. കാരണം പ്രോബ്ലംസ് വരുമ്പോൾ എല്ലാവരുടെയും 100-95 പേരുടെയും മനസ്സ് ബ്ലാങ്ക് ആയി പോവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എല്ലാവർക്കും ആവശ്യം നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളാണ്. അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുത്ത് ആ വ്യക്തിയുടെ കൂടെ തന്നെ നിൽക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിക്ക് ടെൻഷൻസ് ഉണ്ടാവുന്ന വർത്തമാനങ്ങൾ പറയാതിരിക്കുക. മോശപ്പെട്ട സാഹചര്യത്തിൽ കൂടാണ് നിങ്ങൾ രണ്ടുപേരും കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ആ സാഹചര്യം വളരെ നല്ലതാക്കാൻ ട്രൈ ചെയ്യുക. എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ, നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, നിങ്ങളുടെ ഫാമിലി തമ്മിലുള്ള പ്രശ്നം, നിങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി ആ ഒരു മോശപ്പെട്ട സാഹചര്യത്തെ നേരെയാക്കി കൊണ്ടുവരിക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ഭയങ്കര ഡീപ്പായിരിക്കുമെന്നും ഇതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരു തേർഡ് പേഴ്സൺ കടന്നു വരില്ല എന്നുമാണ്. അഥവാ തേർഡ് പേഴ്സൺ വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിലോ ജീവിതത്തിലോ ഒരിക്കലും ആ തേർഡ് പേഴ്സണിൻ്റെ ഒരു സ്ഥാനം പോലും കിട്ടുന്നതായിരിക്കുകയില്ല. ഇങ്ങനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് പെരുമാറേണ്ട രീതി എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പരിഹാരങ്ങളുണ്ടെങ്കിൽ അത് ഇവിടെ ചെയ്തു തരുന്നതായിരിക്കും. അടുത്തതായിട്ട് 2 കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കോഴ്സ് 7 ചക്ര ഹീലിംഗ് കോഴ്സാണ്. അത് ഹീലിംഗ് പ്ലസ് ക്ലെൻസിങ് ആണ്. കോഴ്സ് 7 days ആണുള്ളത്. മോർണിംഗ് ബാച്ചും ഉണ്ട്, ഈവനിങ് ബാച്ചും ഉണ്ട്. ഈ ഒരു കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച ജീവിത ദുരിതങ്ങളെല്ലാം ഇല്ലാതാകുന്നതായിരിക്കും. ഈ കോഴ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് എറണാകുളത്ത് വെച്ച് ഒരു 1 day കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് October 10. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ടാരോട്ട് കാർഡ് റീഡിങ്ങിൻ്റെ കോഴ്സും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 5 day കോഴ്സായിരിക്കും. ഓണത്തിന് ശേഷമാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.